ദൈവനാമത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഈ ആത്മീയ യാത്രയിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിലും സ്ഥിരമായി നമ്മോടൊപ്പം ചേരുന്നവരാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം, എന്തായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം? നമ്മുടെ ചിന്തകൾ ഒരുപക്ഷെ കൊലപാതകം, മോഷണം പോലുള്ള വലിയ തിന്മകളിലേക്ക് പോയേക്കാം. എന്നാൽ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളായ പാദ്രെ പിയോയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരം തികച്ചും വ്യത്യസ്തമായിരുന്നു. നമ്മുടെ ആത്മാവിനെ അത് തിരിച്ചറിയുന്നതിന് മുൻപേ കാർന്നു തിന്നുന്ന, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു പാപത്തെ കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ഇന്ന് വിശുദ്ധന്റെ ജീവിതത്തിലെ ഒരു ശക്തമായ സംഭവ കഥയിലൂടെ ആ പാപം എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കാൻ ഒരു ചോദ്യവും ഞാൻ ചോദിക്കുന്നതാണ്. അതിനാൽ അവസാനം വരെ കാണുക. വിശുദ്ധ പാദ്രെ പിയോയുടെ ആത്മീയ പുത്രന്മാരിൽ ഒരാളായിരുന്ന അഡോൾഫോ കാറ്റനേസിയാണ് ഈ സംഭവം ലോകത്തോട് പങ്കുവെക്കുന്നത്. ഒരു ദിവസം അഡോൾഫോ വിശുദ്ധനോട് ചോദിച്ചു, ദൈവം എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നവനാണല്ലോ അല്ലേ? പാദ്രെ പിയോയുടെ മറുപടി ഇതായിരുന്നു, അതെ മകനെ, ദൈവം ഒരു നല്ല പിതാവാണ്. അവിടുന്ന് എല്ലാവരോടും ക്ഷമിക്കും. എന്നാൽ അവിടത്തേക്ക് പൊറുക്കാൻ വളരെ പ്രയാസമുള്ള ഒരേ ഒരു പാപമുണ്ട്. അത് മനുഷ്യന്റെ നന്ദിയില്ലായ്മയാണ്. എന്തുകൊണ്ടാണ് നന്ദിയില്ലായ്മ ഇത്ര വലിയ പാപമാകുന്നത്? അതൊരു നന്ദി വാക്ക് പറയാൻ മറക്കുന്നതിലും അപ്പുറമാണ്. നന്ദിയില്ലായ്മ ഒരു ആത്മീയ അന്ധതയാണ്. നമുക്ക് ലഭിക്കുന്ന ഓരോ ശ്വാസവും, ഓരോ ദിവസവും, ഓരോ അനുഗ്രഹവും ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയാണത്. എല്ലാം എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ അവകാശമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ദാതാവിനെ മറന്നുപോകുന്നു. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുകയും അഹങ്കാരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവകൃപയ്ക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയവാതിൽ അടഞ്ഞു പോകുന്നു. പക്ഷേ ആ നല്ല പിതാവ് നമ്മെ കൈവിടുന്നില്ല. പാദ്രെ പിയോ ആ വാചകം പൂർത്തിയാക്കിയത് ഇങ്ങനെയാണ്, പക്ഷേ കാത്തിരിക്കാൻ അവിടത്തേക്ക് അറിയാം. ദൈവം ക്ഷമയോടെ നമ്മുടെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്നു എന്ന വലിയ പ്രത്യാശയാണ് ആ വാക്കുകൾ. ഈ സത്യം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം അഡോൾഫോയുടെ ജീവിതത്തിൽ ഉണ്ടായി. അധികാരവും പണവും കൊണ്ട് എന്തും നേടാമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഇറ്റാലിയൻ രാഷ്ട്രീയക്കാരനെ പാദ്രെ പിയോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഒരവസരം ലഭിച്ചു. യാത്രയിലുടനീളം ആ രാഷ്ട്രീയക്കാരൻ സംസാരിച്ചത് തന്റെ നേട്ടങ്ങളെയും സ്വാധീനത്തെയും കുറിച്ചായിരുന്നു. താൻ ജീവിതത്തിൽ ദൈവം മുമ്പാകെ ചെയ്ത 3 വലിയ ശപഥങ്ങൾ നിസാരമായി ലംഘിച്ച കഥയും അയാൾ പറഞ്ഞു. എന്നിട്ടും പാദ്രെ പിയോയുടെ അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ആത്മീയ ശിക്ഷണം നേടാൻ അയാൾ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അതും തന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ചേർക്കാനുള്ള ഒരു മാർഗമായിട്ടാവാം അയാൾ അതിനെ കണ്ടത്. അവർ സാൻ ജിയോവാനി റൊട്ടോണ്ടയിലെ ആശ്രമത്തിലെത്തി. പാദ്രെ പിയോ തന്റെ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പതിവ് പോലെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തു. അഡോൾഫോയെ കണ്ടപ്പോൾ ചോദിച്ചു, ആരാണ് നിന്റെ കൂടെ? അഡോൾഫോ വിനയത്തോടെ പറഞ്ഞു, അച്ഛാ, ഇദ്ദേഹത്തിന് അങ്ങയുടെ ആശീർവാദം വേണം. പെട്ടെന്ന് പാദ്രെ പിയോയുടെ സ്നേഹം നിറഞ്ഞ മുഖം കഠിനമായി. ഒരു ഇടിമുഴക്കം പോലെ ആ വാക്കുകൾ പുറത്തു വന്നു. ആ രാഷ്ട്രീയക്കാരന്റെ മുഖത്ത് പോലും നോക്കാതെ അഡോൾഫോയോട് വിശുദ്ധൻ പറഞ്ഞു, നീ ആരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? അവനോട് പറയൂ. അവൻ 3 തവണ ശപഥം ചെയ്തു. 3 തവണയും അത് ലംഘിച്ചു. ഇത് ദൈവം അവന് നൽകുന്ന അവസാന അവസരമാണ്. ഉടൻ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി തന്റെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ പറയൂ. ഒരു വാക്കുപോലും മിണ്ടാതെ പാദ്രെ പിയോ അവിടെ നിന്ന് പോയി. നിമിഷങ്ങൾക്കകം അധികാരത്തിന്റെ ആൾരൂപമായി നിന്ന ആ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. അയാളുടെ അഹങ്കാരത്തിന്റെ കോട്ട ദൈവവചനത്തിന്റെ ശക്തിയിൽ തകർന്നു വീഴുകയായിരുന്നു. പാദ്രെ പിയോയുടെ ഈ കഠിനമായ പെരുമാറ്റം മറ്റുള്ള സന്യാസിമാരിൽ അത്ഭുതമുളവാക്കി. അവരിലൊരാൾ വിശുദ്ധനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് അദ്ദേഹത്തോട് ഇത്ര കഠിനമായി സംസാരിച്ചത്? അപ്പോൾ പാദ്രെ പിയോ നൽകിയ മറുപടി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒന്നാണ്. തന്റെ മേശപ്പുറത്തിരുന്ന ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആത്മാക്കളെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ 70ഓളം മഹാപാപങ്ങൾ കാണാമായിരുന്നു.
ഈ ഗ്ലാസ്സിലെ അഴുക്കുവെള്ളം കണ്ടോ? ഇത് മുഴുവനായി ഒഴിച്ചു കളയാതെ ഇതിലേക്ക് ശുദ്ധജലം ഒഴിക്കാൻ കഴിയുമോ? അതുപോലെ പാപമാകുന്ന അഴുക്ക് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിച്ചു കളഞ്ഞ് വിനയം കൊണ്ട് അതിനെ ശുദ്ധിയാക്കാതെ ദൈവസ്നേഹമാകുന്ന കൃപ കൊണ്ട് ആ ഹൃദയത്തെ നിറയ്ക്കാൻ സാധിക്കില്ല. ആ കഠിന വാക്കുകൾ ഒരു ശസ്ത്രക്രിയ പോലെയായിരുന്നു. ആത്മാവിലെ ക്യാൻസർ മുറിച്ചു മാറ്റാനുള്ള ദൈവത്തിന്റെ ഇടപെടലായിരുന്നു അത്. ആ സംഭവത്തിന് ശേഷം ആ രാഷ്ട്രീയക്കാരൻ പൂർണ്ണമായി മാനസാന്തരപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. ദൈവത്തിന്റെ കാത്തിരിപ്പ് അവസാനിച്ചു. ആ ആത്മാവ് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ നമുക്ക് എണ്ണി നോക്കാം. അവയെ നിസ്സാരമായി കാണാതിരിക്കാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി നന്ദി എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ യാചനകൾ മാത്രമാകാതെ നന്ദി പ്രകാശനങ്ങളായി മാറട്ടെ. നന്ദിയുള്ള ഹൃദയം എപ്പോഴും തുറന്ന ഹൃദയമായിരിക്കും. അങ്ങനെയുള്ള ഹൃദയത്തിലേക്ക് ദൈവത്തിന് പുതിയ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ എളുപ്പമാണ്. നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഏറ്റവും നന്ദിയുള്ളവരായിരിക്കുന്ന ഒരു അനുഗ്രഹം എന്താണ്? അത് നിങ്ങളുടെ കുടുംബമാകാം, ആരോഗ്യമാകാം, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു കാര്യമാകാം. ദയവായി നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ. നമുക്കൊരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളുടെ കമന്റുകൾ വായിക്കുന്നത് എനിക്കും മറ്റുള്ളവർക്കും പ്രചോദനമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതിലെ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്ക് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. ഈ ആത്മീയ ചിന്തകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവരുമായി ഷെയർ ചെയ്യുക. നന്മ പങ്കുവെക്കുന്നതും ഒരു തരം പ്രാർത്ഥനയാണ്. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുവാൻ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.